ഭക്ഷണമൊക്കെ കഴിച്ചോ? നിങ്ങൾ എത്തിയോ വീട്ടിൽ? എത്തി, കുളിച്ചു, നിന്നെ വിളിച്ചു. പാറു, എന്താടി? എടി, എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ ഫോൺ വെക്കട്ടെ? വെക്കില്ലേ. എടി, എന്നെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നരുത്. ഈ ലോകത്ത് മറ്റാര് പറയുന്നതിനും നീ വില കൊടുക്കാറില്ല. നിനക്ക് നിന്റേതായ ചിന്തകൾ, ശരികൾ. പിന്നെ ഞാനെന്ത് പറഞ്ഞിട്ടെന്താ? നീ വെച്ചിട്ട് പോ. കണ്ടോ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എടി പ്രിങ്കു, ഈ രാത്രി കഴിയുമ്പോൾ നിന്റെ ടെൻഷൻ എല്ലാം മാറിക്കോളും. അപ്പോൾ ഗുഡ് നൈറ്റ്. ആരായിരുന്നു ഫോണിൽ? പാറു. പാറു അമ്മാവന്റെ മോളല്ലേ? തന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ സിന്ദൂരവും അണിഞ്ഞ് സെറ്റുമുണ്ടിൽ കാണാൻ. മുഖത്തോട്ടൊന്ന് നോക്കടോ, ഞാൻ തന്നെ മര്യാദക്കൊന്ന് കണ്ടോട്ടെ. എന്താടോ, തനിക്ക് എന്ത് പറ്റി? ഞാൻ പല്ലി പെട്ടെന്ന് ചാടി. പേടിച്ചു പോയല്ലോടോ. ഞാൻ ബാങ്ക് മാനേജറിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതാ മുറിയിലേക്ക് കയറാഞ്ഞത്. തന്റെ കരച്ചിൽ കേട്ട് ഞാൻ ഒന്നും പറയാതെ കോളും കട്ട് ചെയ്തു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ ഞാൻ സാറിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. സോറി, അത്യാവശ്യമായോണ്ടാട്ടോ. വിഷമമൊന്നും തോന്നില്ലേ? ഞാൻ വേഗം വരാം. വരണ്ട കൃഷ്ണ, ഈ ഇരിപ്പിനങ്ങ് നേരം വെളുത്തിരുന്നെങ്കിൽ. 11 മണി, ഇനി എന്തോരം സമയം കിടക്കുന്നു. അല്ലെങ്കിൽ ഓടി പോകാൻ അറിയാലോ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇത്രയും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞോ? സാർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു. നാളെ രാവിലെ വിളിച്ചാൽ മതി തനിക്ക് കമ്പനി കൊടുക്കാൻ. എല്ലാവരും ഉറങ്ങിയോ? അമ്മാവൻ എന്തൊക്കെയോ അടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആരുടെ അനക്കവും ഇല്ല. എല്ലാവരും ഉറങ്ങിക്കാണും. പാല് അമ്മ തന്നു വിട്ടില്ല. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. അതെന്താ? തനിക്ക് പാല് കുടിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ. അത് ഓർമ്മയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ വേണ്ടാന്ന് അമ്മയോട് പറഞ്ഞത്. അപ്പോൾ കുടിക്കണമെന്നില്ലേ? പാല് തന്നെ കുടിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. എന്റെ അറിവിലും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് വെള്ളം കുടിച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കാം. വെള്ളമോ? വെള്ളം യൂണിവേഴ്സൽ സോൾവെന്റ് ആണോ? ഞാൻ തന്നെ പ്രിയ എന്ന് വിളിച്ചാൽ പോരെ? പാറു പ്രിങ്കൂന്ന് വിളിക്കുന്ന കേട്ടു. പ്രിയ, അത് മതി. എനിക്കും അത് തന്നെ ഇഷ്ടം. പിന്നെ തന്റെ ഇഷ്ടം ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. എന്താടോ ഒരു ഉറുമ്പ്? ഞാൻ അതിനെ തട്ടിക്കളഞ്ഞയാ. എനിക്ക് ഉറക്കം വരുന്നു. സാധാരണ ഉറങ്ങുന്ന ടൈം കഴിഞ്ഞല്ലോ. പിന്നെ ഇന്ന് ക്ഷീണവും കാണും. എന്നാൽ ഞാൻ ഉറങ്ങിക്കോട്ടെ? വേണ്ട, ഇന്നിനി ഉറങ്ങണ്ട. പിന്നെ താൻ സാരി അല്ലാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ് ഇട്ടുകൊണ്ട് വാ. എന്തിനാ? അതൊക്കെ ഉണ്ട്, ചെല്ല്. ഫോൺ വിളിച്ചാൽ മര്യാദയ്ക്ക് സംസാരിക്കില്ല. പുറത്തോട്ടൊന്ന് കാണാൻ വിളിച്ചാൽ അച്ഛൻ, അമ്മ, എന്നിട്ട് കല്യാണത്തിന് പ്രിപ്പയർ ആയില്ല പോലും. തന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. തണുപ്പ് പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ വാ. എങ്ങോട്ട്? അച്ഛനും അമ്മയും? അവരൊന്നും അറിയില്ല, മിണ്ടാതെ വാ. നമ്മളിത് എങ്ങോട്ടാ? ഭൂമി ഇങ്ങനെ കിടക്കുമല്ലേ, നമുക്ക് പോകാനാണോ ഇടമില്ലാത്തത്? തണുപ്പ് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട്
ബൈക്കിൽ വന്നതുകൊണ്ട് കാറ്റടിച്ച് കണ്ണു നിറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകും. നൈറ്റ് ഡ്രൈവിന് ബൈക്ക് ആകും രസമെന്ന് തോന്നി. ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ കാർ എടുക്കായിരുന്നല്ലോ. ഏയ്, ബൈക്ക് നൈറ്റ് ഡ്രൈവ് അത് വേറൊരു ഫീലാ. ആഹാ, അപ്പോൾ ഫീൽ ഉണ്ടായി എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയൊന്നുമല്ല. ഏത് വേട്ടാ? എന്താ? താൻ ഒന്നുകൂടെ വിളിച്ചേ, ഒന്ന് വിളിക്കടോ. ഏത് വേട്ടാ? താൻ എന്നെ ആദ്യമായിട്ടാ അങ്ങനെ വിളിക്കുന്നത്. നോക്കണ്ട. അത് എന്തോ അങ്ങനെ. ഒന്നുകൂടെ എന്നെ വിളിക്കോ? എന്താ ഇത് വേട്ടാ ഇത്? വേറെ ആരും വിളിക്കാത്ത പോലെ. വിളിക്കാറുണ്ട്, പക്ഷേ താൻ വിളിച്ചപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലൊരു ഫീല്. വാ. ഇത് ഏതാ സ്ഥലം ഏത് വേട്ടാ? അതൊക്കെ ഉണ്ട്, വാ. കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. എന്തായാലും കൊല്ലാൻ കൊണ്ടുപോകുമല്ല. താനൊന്നും നടക്കടോ. ഇനി ഞാൻ എടുക്കണോ? വേണ്ട, ഇത് കാടാണല്ലോ. വല്ല സിംഹപുലിയോ വരുവോ? പ്രിയ, ഇത് കാടൊന്നുമല്ല. ഇത് ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കിയെടുത്ത സെറ്റപ്പാ. ഒരു പട്ടിക്കുഞ്ഞു പോലും ഇതിൽ അങ്ങനെ കയറില്ല. അപ്പോഴാ സിംഹവും പുലിയും. പട്ടികളില്ലാത്ത സ്ഥലമോ? പട്ടികൾ പൂർണ്ണമായിട്ടില്ല എന്നല്ല, അത് ഞാൻ ഇച്ചിരി എക്സ്ട്രാ ലൈറ്റ് ചെയ്താ. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ നാട്ടുകാർ ഒരു ചെറിയ കാട് പോലെ ചെയ്തതാണിത്. ഇന്നും ഇന്നലെ കൊണ്ട് ചെയ്തതല്ല, കഴിഞ്ഞ ജനറേഷൻ തൊട്ട് തുടങ്ങിയ കാര്യമാ. അവരിങ്ങനെ പലയിടത്തുനിന്ന് മരത്തൈകൾ വെച്ചും റയർ ചെടികൾ കൊണ്ടുവന്നും ഉണ്ടാക്കിയെടുത്ത ബ്യൂട്ടിയാണിത്. ബ്യൂട്ടി എന്ന് പറയുന്നതാ എനിക്കിഷ്ടം. പകൽ വെട്ടത്തേക്കാൾ ഇതിന് സൗന്ദര്യം നൽകുന്നത് രാത്രിക്ക് ഭംഗിയേകുന്ന നിലാവാണ്. ദാ നോക്കിക്കേ. ഇഷ്ടമായോ? മിന്നാമിനുങ്ങുകൾ. ഇത്ര മിന്നാമിനുങ്ങുകളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ടോ? നമ്മളായിട്ട് നശിപ്പിച്ചിട്ടല്ലേ പ്രിയ. അല്ലായിരുന്നെങ്കിൽ ഇതിലും സൗന്ദര്യം ഭൂമിക്കുണ്ടായേനെ. താൻ ഇവിടെ ഇരിക്കെ. ഈ കുളത്തിന് ചുറ്റും വലിയ മരങ്ങളല്ലേ. ഈ വെള്ളത്തിൽ പതിക്കുന്ന വെട്ടം റിഫ്ലക്ട് ചെയ്താലും ഈ കൂടി നിൽക്കുന്ന മരങ്ങൾ കാരണം അധികം പുറത്തേക്ക് പോകില്ല. അതാ ഇത്ര ഭംഗി. ഇവിടമങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു. ചോദിക്കാനുണ്ടോ? എതുവേട്ടന് ഈ സ്ഥലം എങ്ങനെ അറിയാം? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ഈ നാട്ടുകാരനാ. പുള്ളി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, രാത്രിയും പകലും. എനിക്ക് രാത്രിയിലാണ് ഈ സ്ഥലം കുറച്ചും കൂടെ ഭംഗി തോന്നിച്ചത്. അതുകൊണ്ടാ തന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുവന്നത്. പ്രിയ, നമ്മുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും പരസ്പരം ഒന്ന് അറിയാൻ ടൈം അധികം കിട്ടിയില്ലെന്നും തന്നെ താല്പര്യമില്ലാത്തൊരു ലൈഫിലേക്ക് വലിച്ചിട്ടതാണെന്നൊക്കെ എനിക്കറിയാം. തന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിധി നമ്മളെ ഒന്നിപ്പിച്ചു. ഇനി രണ്ടാവാതെ നോക്കുന്നതല്ലേ നല്ലത്. നമുക്ക് ഒന്നും റഷ് ചെയ്യേണ്ട. നമുക്കാദ്യം നല്ല സുഹൃത്തുക്കളാകാൻ ശ്രമിക്കാം, പിന്നെ നല്ല ജീവിത പങ്കാളികളാകാനും. എന്തു പറയുന്നു? അപ്രതീക്ഷിതമായ ഒരു പരിച്ചു നടൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ എനിക്കുണ്ട്. തന്റെ പേരൻസിനോട് പറയാറുള്ള പോലെ, ഫ്രണ്ട്സിനോട് പറയാറുള്ള പോലെ എന്നോടും പറയാം. ഒരു കാര്യവും മടി കൂടാതെ പറയണം. തൽക്കാലം നമ്മൾ അത്ര ക്ലോസ് അല്ലാത്തത് കൊണ്ട് മനസ്സ് വായിക്കാനൊന്നും എനിക്കോ തനിക്കോ കഴിയില്ല. സോ എന്ത് കാര്യമാണെങ്കിലും പരസ്പരം പറയാനുള്ള തുറവി കാണിക്കണം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ. സമയം 2 രാവിലെ താമസിച്ചാൽ അമ്മ മോശം വിചാരിക്കോ? കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ദിവസമല്ലേ, ആരും ഒന്നും പറയില്ല. പുതുമോടിയിൽ കുറെ പ്രിവിലേജസ് കിട്ടുവോടോ. താൻ വാ.
എടോ, എനിക്ക് പകർച്ചവ്യാധിയൊന്നുമില്ല ഇങ്ങനെ 1 കിലോമീറ്റർ മാറി കിടക്കാൻ. ഞാൻ തന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. പരസ്പരമുള്ള അകലം കുറയ്ക്കാനല്ലേ പ്രിയ നമ്മൾ ശ്രമിക്കേണ്ടത്. 2 കൈ കൂട്ടിയിടിച്ചാലേ ശബ്ദം ഉണ്ടാകും. ഗുഡ് നൈറ്റ്. അല്ല, ഗുഡ് മോർണിംഗ്. ഒരു ഭ്രാന്തനും അവന് പറ്റിയ ഭ്രാന്തി. എന്തോന്നോ ആവട്ടെ, എനിക്ക് കാശ് കിട്ടിയല്ലോ. എടോ, ഡോ, അവിടെ നിൽക്കണോ? എടോ, താൻ എന്താ പൊട്ടനാണോ? തനിക്കിനി എന്താ വേണ്ടേ? നന്ദി വേണം എന്ന് ഞാൻ പറയുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ തന്നെ അയാളിൽ നിന്ന് രക്ഷിച്ചതല്ലേ. എന്നെ ഒന്ന് മൈൻഡാക്കിക്കൂടെയോ? തന്നോട് ഞാൻ പറഞ്ഞു രക്ഷിക്കാൻ. ഇല്ല, പറഞ്ഞില്ല. പറയാഞ്ഞിട്ടും ഞാൻ രക്ഷിച്ചത് എന്റെ മര്യാദ. എന്നോട് തനിക്കത് മര്യാദക്ക് സംസാരിച്ചാലെന്താ? മര്യാദ അത് എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ. എന്നെ പോലുള്ള പെണ്ണുങ്ങൾ. പോയിന്റ് നമ്പർ 1, സ്ത്രീ വിരോധി. അതെ അതെ അതെ, ചോദിക്കട്ടെ, എന്നെ പോലുള്ള പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ മുന്നേ അറിയാമോ? എടാ പൊട്ട, തന്നോടാ ചോദിക്കണേ, അറിയാമോന്ന്. പൊട്ടാന്ന് നിന്റെ മച്ചവനെ പോയി വിളിച്ചാ മതി. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, എനിക്ക് അങ്ങനെ ഒരാൾ ഇതുവരെ ഇല്ല. ഇനി ഞാൻ പൊട്ടാന്ന് വിളിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് മറുപടി വേണം. മറുപടി തരാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? എന്നാൽ സൗകര്യം ഉണ്ടാകുന്നത് വരെ ഞാൻ പൊട്ടാന്നും വിളിക്കും. നിന്നെ ഞാൻ നോ ബോഡി ടച്ചിങ്. നിനക്കെന്നെ അറിയില്ല. അറിയില്ല, അതുകൊണ്ടല്ലേ പരിചയപ്പെടാൻ വന്നത്. പരിചയപ്പെട്ടിട്ട് എന്തിനാ? കൂട്ടുകൂടാൻ. എനിക്ക് തന്റെ കൂട്ട് വേണ്ട, സോ പരിചയപ്പെടുകയും വേണ്ട. പോയിന്റ് നമ്പർ 2, നോൺ കോപ്പറേറ്റീവ്. ഹേയ്, അങ്ങനെ പോയാൽ എങ്ങനാ? എന്തിനാ ഈ വഴിയിൽ കൂടെ നടക്കണേ? സൗകര്യം ഉണ്ടായിട്ട്. ഓ, ഇനി അടുത്ത വണ്ടിക്ക് അടവയ്ക്കാനാകും. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നൗ ഇറ്റ്സ് മൈ ബിസിനസ്. കണ്ടപ്പോഴേ തോന്നി ആണുങ്ങളെ വലയിട്ട് പിടിക്കലാണ് നിന്റെ പണിയെന്ന്. എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. പെണ്ണുങ്ങളെ വലയിട്ട് പിടിക്കും. പക്ഷെ ആണായാലും പെണ്ണായാലും എന്റെ വലയിൽ കുടുങ്ങേണ്ടയാണെന്ന് തോന്നിയാല് ഞാൻ വലയിടും. എന്നാൽ നിന്റെ വലയിൽ കുടുങ്ങാൻ എന്നെ കിട്ടില്ല. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ചേട്ടാ. വല ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച മത്സ്യത്തെ പിടിച്ചിട്ടേ വീട്ടിൽ കയറും. കേരളത്തിന് പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടെയൊക്കെ കന്നുകാലികളെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക. അത് നാഥനില്ലാതെ കണ്ടിടമൊക്കെ അങ്ങ് മേഞ്ഞു നടക്കും. തന്നെ കാണുമ്പോൾ എനിക്ക് അവറ്റകളെ ഓർമ്മ വരുന്നത്. പോയിന്റ് നമ്പർ 3, മാൻ ഓഫ് പ്രെജുഡിസ്. എന്നെയാണോ അന്വേഷിക്കുന്നത്? ആരന്വേഷിച്ചെന്നാ? ശല്യം പോയോന്ന് ഉറപ്പുവരുത്തിയതാ. എവിടുന്ന്? കന്നുകാലി ആയി പോയില്ലേ? നല്ല മേച്ചിൽപ്പുറം കണ്ടാൽ വിട്ടുകളയാൻ പറ്റുമോ? സോറി, ഐ ഹാവന്റ് മെന്റ് സോ. So he's a bit constrained. Point number 4. എന്തേ, പറഞ്ഞതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? വാക്കുകൾക്ക് നല്ല മൂർച്ചയാ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല, പറയുന്ന ആൾക്കും മുറിയും. പറഞ്ഞത് കൂടിപ്പോയോന്നൊരു സംശയം അല്പം മുൻപ് വരെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ തീരെയില്ല. അതെന്തേ? ആക്ഷേപിച്ചു വിട്ടാലും പിന്നെയും വേതാളം പോലെ കൂടെ കൂടുവല്ലേ. ഇത്രയും നാണമില്ലാത്തൊരു ജന്മത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇനി കണ്ടില്ലെന്ന് പറയരുത്. ആവശ്യം പോലെ നോക്കിക്കോ. ശരിക്കും നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ പെണ്ണെ? ഇല്ലെന്ന് കൂട്ടിക്കോ. ഉഫ്, കഷ്ടം തന്നെ. പ്ലീസ് എന്നെ വെറുതെ വിട്. എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനുമില്ല. തന്നോടൊന്നല്ല ആരോടും കൂട്ടുകൂടാനും എനിക്ക് താല്പര്യമില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേരെ. തനിക്ക് എന്തെങ്കിലും എനിക്ക് തരാൻ കഴിയുമെങ്കിൽ അത് സമാധാനമാണ്. സോ പ്ലീസ്. Introvert? No, chances are very less. Something is there.
എന്നെ വെറുതെ വിടാൻ തനിക്ക് ഉദ്ദേശമില്ല അല്ലേ? ഞാനൊന്നും സംസാരിക്കാൻ വന്നില്ലല്ലോ. തനിക്ക് എന്താ വേണ്ടേ പറ. ആ സൈക്കിളുകാരന് കൊടുത്ത കാശാണോ? ജിപേ ഉണ്ടോ? ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു തരാം. ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണോ? അതും തരാം. എന്റെ ജീവൻ ഉൾപ്പെടെ തരാൻ ഞാൻ വില്ലിങ് ആണ്. എന്നെ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി. ഞാൻ തന്നെ ഒഴിഞ്ഞു പോകാം. ഒന്നുകിൽ താൻ ഈ വാശി ഉപേക്ഷിച്ച് എന്നോട് കൂട്ടുകൂടണം, അല്ലെങ്കിൽ എന്നോടൊപ്പം ഒരു ഡ്രൈവ്. ആ ഡ്രൈവ് അവസാനിക്കുന്നത് തന്റെ വീട്ടിലായിരിക്കും. അതുമല്ലെങ്കിൽ 5 days ഒളി ഡേ ടൈം എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യണം. ഞാൻ എവിടെ പോയാലും താൻ എന്റെ കൂടെ ഉണ്ടാകണം. ഈ 3 ഓപ്ഷൻസിൽ ഒന്ന് താൻ സെലക്ട് ചെയ്താൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. എന്തു പറയുന്നു? എന്തേ, ആലോചിക്കാൻ ടൈം വേണോ? എന്താടോ താൻ ഇങ്ങനെ നിൽക്കുന്നേ, ഒരനക്കവും ഇല്ലാതെ? ഡോ എടോ, ദൈവമേ, പിന്നിൽ എന്തെങ്കിലും വല്ല പ്രേതവും? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈശ്വര, പട്ടികൾ 1, 2, 3, 4 ഇവറ്റകളുടെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഡോ, ഡോ, എന്തെങ്കിലും ചെയ്യടോ. അയാളെവിടെ? ഡോ, അമ്മേ, ഇനി പാമ്പുണ്ടോ? ഡോ, ആരാ? എടോ ഞാനാ. താനിതെവിടാ? എടോ മുകളിലോട്ട് നോക്ക്. താനവിടെ എന്തെടുക്കുക? ഇങ്ങോട്ട് ഇറങ്ങുന്നു. ഈ പട്ടികളെ എന്തെങ്കിലും ചെയ്യും. താൻ എന്തെങ്കിലും ചെയ്ത് ഓടിച്ചു വിട്. എനിക്ക് പട്ടികളെ പേടിയാ. ദേ, ഞാൻ എറിഞ്ഞു വീഴ്ത്തും. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അവറ്റകൾ പോകാതെ ഞാൻ ഇറങ്ങൂല. താനല്ലേടോ കുറച്ചു മുന്നേ ജീവൻ പോലും തരാന്ന് പറഞ്ഞത്? അത് ജീവനല്ലേ? പട്ടികളുടെ കടി കൊള്ളാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഉണ്ട് അമ്മ പറഞ്ഞതങ്ങ് കേട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ഇവറ്റകളെ ഞാൻ എങ്ങനെ ഓടിക്കും? ഒരെണ്ണമാണെങ്കിൽ കല്ലെടുത്തെറിയായിരുന്നു. മന്നന്റെയും മാധവന്റെയും കഥ പോലെ ചത്തതായി അഭിനയിച്ചാലോ? വേണ്ട വേണ്ട, ഇത് കരടിയല്ല, പട്ടിയാണ്. ഇതുങ്ങൾക്ക് ശവമാണ് കൂടുതൽ താല്പര്യം. ഈ പട്ടികൾക്കും ഒരനക്കം ഇല്ലല്ലോ. ഒന്നെങ്കിൽ പോ, അല്ലെങ്കിൽ വന്നെന്നെ കടി. അതെ, വേഗം എന്തെങ്കിലും ചെയ്യും. എന്നെ ഇവിടെ എന്തൊക്കെയോ കടിക്കുന്നു. മിണ്ടാതിരുന്നില്ലെങ്കിൽ ഈ പട്ടികൾക്ക് ഇട്ട് കൊടുക്കും ഞാൻ. ദൈവമേ, എന്തെങ്കിലും ഒരു ഐഡിയ. ഇങ്ങനെ നിന്ന് നേരം വിളിപ്പിക്കേണ്ടി വരുമോ ഭഗവതി? ഇതെന്താ എന്റെ പോക്കറ്റില്? ക്യാഷ് ഇതെങ്ങനെ വന്നു? ഓ, ആ വീട്ടിൽ നിന്ന് പറക്കിയിട്ടത്. കാര്യമായി അങ്ങനെ പറക്കിയിടാൻ തോന്നിയത്. പൊന്നു പട്ടികളെ, ഇതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടുക. എന്നോടാ കളി. ഇങ്ങോട്ട് ഇറങ്ങി വേണം. അവറ്റകളിനെ കൂടെ വരുമോ? താൻ ഫുഡൊക്കെ കൊടുത്തില്ലേ? കൂടെ വന്നാലും തന്നെ പോലെ നന്ദിയോട് കാണിക്കില്ല. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഒരു കാര്യം ബോധ്യമായി, ഒരാപത്തിൽ പെട്ടാൽ താൻ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കണ്ട. അത് പിന്നെ എനിക്ക് പട്ടിയെ പേടിയാ, അല്ലാതെ. ഫ്രണ്ട്സ്, No, this time I won't get triggered. triggered? Trust issue?
ലൈബ്രറിയിൽ കണ്ടില്ലല്ലോ. അത് ഫുഡ് കഴിച്ചപ്പോൾ ലേറ്റ് ആയി. എന്തോ കാരണമുണ്ടായെന്ന് മനസ്സിലായി. സാധാരണ ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ ആദ്യം പ്രസന്റ് ആവുന്നത് നീ അല്ലായിരുന്നോ? നീ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം. എന്താ? ഹോസ്റ്റലിലോട്ട് തന്നെയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏയ് അല്ല, നീ എന്നാ അങ്ങോട്ട് നടന്നോ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നേക്കാം. ഹലോ മാർത്ത, കോളേജ് വിട്ടോ? ആ. ഹോസ്റ്റലിലോട്ട് നടക്കുവാണോ? ഉം. ഇന്ന് താൻ ഏത് കളർ ഡ്രസ്സായിരുന്നു? റെഡ്. ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ അയച്ചു തന്നൂടിയിടോ? എന്തിന്? കാണാൻ. എന്താ ഇത്ര കാണാനിരിക്കുന്നേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിന്നെ എപ്പോഴും കാണാൻ തോന്നും. നിന്റെ ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ല. നിനക്ക് എന്നെ കാണാൻ തോന്നാറില്ലേ? തോന്നാറുണ്ട്. ഉവ്വ, തോന്നാറുണ്ട്. നീ ഒട്ടും എക്സ്പ്രസീവ് അല്ല. എനിക്കിതൊന്നും ശീലമുള്ള കാര്യമല്ല മെൽവിൻ. ആ, എന്ത് ചെയ്യാനാ, എനിക്ക് കിട്ടിയത് ഒരു ആന്റി റൊമാൻറ്റിക് സുന്ദരിക്കുട്ടിയല്ലേ. അയ്യടാ, ആദ്യം പറഞ്ഞത് ഞാൻ അങ്ങ് സമ്മതിക്കാം. ആദ്യത്തേത് ശരിയാണെങ്കിൽ രണ്ടാമത്തേത് അതിനേക്കാൾ ശരിയാ. സുഖിച്ചു. ഇന്ന് താൻ വല്ലാണ്ട് ഡൗൺ ആണല്ലോ, എന്തു പറ്റി? അത് ഞാനും ജിത്തും ഒരു ചിന്ന ബേർഡ് ഫൈറ്റിൽ ഏർപ്പെട്ടു. ബേർഡ് ഫൈറ്റോ? വാക്ക് തർക്കം. അങ്ങനെ അവസാനം അത് മൂത്ത് പിണങ്ങിയാണ് പിരിഞ്ഞത്. എന്തായിരുന്നു വാക്ക് തർക്കം? വേറെന്ത്, വിജയ് സൂര്യ. നിന്റെ പ്രായം എന്താ മാർത്ത? അടികൂടാൻ പറ്റിയ പ്രായം. അത് പിന്നെ അവൻ സൂര്യയെ പറ്റി മോശം പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ? ചില നേരത്ത് എനിക്ക് തോന്നും നിന്നെ പോലെ മെച്യൂരിറ്റി ഈ ലോകത്ത് ആർക്കും കാണില്ലെന്ന്. ചില നേരത്ത് നീ കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടം. ഇതാണോ വലിയ ഫൈറ്റ്? അവൻ ഇന്ന് തന്നെ നിന്നോട് മിണ്ട്. ജിത്തുവല്ലേ? മിണ്ടാതിരിക്കില്ല, അതെനിക്കും അറിയാം. പക്ഷേ ആദ്യം ഞാൻ മിണ്ടണോ അവൻ മിണ്ടണോ എന്ന കൺഫ്യൂഷനില്ല. നാളെ നോക്കിക്കോണേ, അടയും ചക്കരയും ആയിരിക്കും. മെൽവിൻ, എന്നാ ഞാൻ രാത്രി അങ്ങോട്ട് വിളിക്കാം. ഹോസ്റ്റലെത്തി. 8:30 മുന്നേ വിളിക്കണേ. ശരിയെന്നാ. ഞാൻ ശരിക്കും ബേബി ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ആളാണ് മെൽവിൻ. പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരുന്നതാണ്. ഹലോ മെൽവിൻ. ഇങ്ങോട്ട് വിളിക്കാൻ നേരമൊക്കെ കിട്ടിയോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നു. ബിസി. ഞാൻ വീട്ടിൽ വിളിച്ച. നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ എബിച്ചാൻ വിളിച്ചു. അവൻ എന്തിനാ വിളിച്ചേ? ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ. പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ അവിടെ വേറെ ആരും ഇല്ലേ? ഇവനേ ഉള്ളോ? എബിച്ചാൻ സെക്രട്ടറി അല്ലേ? ഓ, എബിച്ചാൻ ഒന്ന് നിർത്തൂ. പുള്ളി നിങ്ങളെ എന്തോ ചെയ്തിട്ടാ? എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിന്നോടുള്ള അവന്റെ രീതി അത്ര നല്ലയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ഒരു പെങ്ങളെ പോലെ പുള്ളി കെയർ ചെയ്യുന്നത്. അത് നിനക്ക് തോന്നുന്ന കാര്യം. നീ അങ്ങനെ അധികം അടുപ്പിക്കാത്തതാണ് നിനക്ക് നല്ലത്. അത് വിട്, ഇന്നത്തെ വിശേഷങ്ങൾ പറ. വിശേഷം എന്തിരിക്കുന്നു? എന്നത്തെയും പോലെ ജോലിക്ക് പോയി വന്നു, ഭക്ഷണം കഴിച്ചു, ദാ ഇപ്പോൾ കിടക്കുന്നു. പഠിക്കുന്നില്ലേ? ജോലി കഴിഞ്ഞു വരുമ്പോൾ പിന്നെ ഒന്നിനും പറ്റില്ല മാർത്ത. നല്ല ക്ഷീണമാ. പഠിക്കാനൊക്കെ ഒരു മൂഡ് വരണ്ടേ? മൂഡ് നോക്കി ഇരുന്നാൽ കാര്യങ്ങൾ നടക്കോ മെൽവിൻ? നിനക്കിതൊക്കെ പറയാം. നിനക്ക് കോളേജിൽ പോകുക, ഹോസ്റ്റലിൽ വരിക, സമയത്ത് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതിനിടയിൽ പഠിക്കാം. അതുപോലെയല്ല പുറത്തു പോയി പണിയെടുക്കുന്ന എന്റെ കാര്യം. ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, പഠിക്കാം. പക്ഷേ എന്റെ സാഹചര്യം കൂടെ ഓക്കെ ആവണം. നല്ലൊരു ജോലി ആയില്ലെങ്കിൽ മെൽവിൻ? അതൊക്കെ നമുക്ക് സെറ്റാക്കാൻ മാർത്ത. പിന്നെ എന്തുണ്ട്? പിന്നെ എന്തുണ്ടാവാൻ? നിന്റെ റൂംമേറ്റ് എവിടെ? അവള് വെള്ളം എടുക്കാൻ പോയി. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? അനില. അനിലയ്ക്ക് നമ്മുടെ കാര്യം അറിയാമോ? ഇതുവരെ ഇല്ല, പറയണം. മാർത്ത, ദാ നിന്റെ കുപ്പി. എടി, വാർഡൻ എന്നെ ഒന്ന് കാണണമെന്ന്. ഞാനൊന്ന് പോയിട്ട് വരാമേ. ആ, ചെല്ല്. അത് അനിലയാണോ? അതെ. ശബ്ദം നല്ല രസമുണ്ട്. കാണാനും അങ്ങനെ തന്നെയാണോ? ആ, അവളെ കാണാനും നല്ലയാ. കോട്ടയംകാരിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അവിടുള്ള പെൺപിള്ളാര് അനിലയിലും പൊളിയാ. മേ ബി. ഹലോ മെൽവിൻ. മാർത്ത, ശരിക്കും തനിക്ക് എന്നോട് സ്നേഹമില്ലേ? അതെന്ത് പറ്റി? അല്ല, ഞാൻ അത്രയും പറഞ്ഞിട്ടും തനിക്ക് അല്പം പോലും ദേഷ്യമോ അസൂയോ തോന്നിയില്ല? എന്ത് കാര്യത്തിന്? എടോ, സ്നേഹമുള്ളിടത്ത് അങ്ങനെയാണ്. നമുക്കിഷ്ടമുള്ളവര് നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ദേഷ്യവും അസൂയും തോന്നും. എന്നിട്ട് ഞാൻ ജിത്തുവിന്റെ കാര്യം പറയുമ്പോൾ മെൽവിൻ അങ്ങനെ തോന്നാറില്ലല്ലോ. ജിത്തു നിന്നെ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയാം.
അതുപോലെയല്ല മറ്റുള്ളവർ. ഇപ്പോൾ തന്നെ അനില, അത് നിന്റെ ഫ്രണ്ടാണ്. ഞാനായിട്ട് യാതൊരു സൗഹൃദവും ഇല്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയെ നിന്നേക്കാൾ പുകഴ്ത്തുമ്പോൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് ഫീൽ ആകും. ട്രസ്റ്റ് ആൻഡ് ലവ്, ഇത് രണ്ടും ഉള്ളിടത്ത് ഇത്തരം നെഗറ്റീവ് തോട്ട്സിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസക്കുറവുകൊണ്ടല്ല മാർത്ത, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലവ് എക്സ്പ്രസിംഗ്. എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മെൽവിനെ ഇഷ്ടമാണ്, മെൽവിന് എന്നെ. നമുക്ക് പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മെൽവിൻ ആരോടെങ്കിലും സംസാരിക്കുകയോ അടുത്തിടപെടുകയോ ചെയ്യുമ്പോൾ ഞാൻ എന്തിനാ റെസ്റ്റ്ലെസ് ആവണം? അല്ലെങ്കിൽ തിരിച്ച് മെൽവിൻ എന്തിനാ റെസ്റ്റ്ലെസ് ആവണം? നമുക്ക് സ്വന്തമായത് നമുക്കുള്ളതല്ലേ, അതിലിത്ര വേറിഡ് ആവേണ്ട ആവശ്യം എന്താണ്? അതായത് നിനക്ക് തോന്നിയവരോടെല്ലാം മിണ്ടുകയും തോന്നിയ പോലെ നടക്കുകയും ചെയ്തിട്ട് അവസാനം എന്റെ അടുത്തല്ലേ വരുന്നതെന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ അതിന്റെ അർത്ഥം എടുക്കേണ്ടത്? അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാ മാർത്ത. സ്നേഹം തെളിയിക്കേണ്ടത് പിടിച്ചു വെച്ചിട്ടല്ല. നിന്നെ ഞാൻ അഴിച്ചുവിടണമെന്നാകും. എനിക്കിങ്ങനെ സ്നേഹിക്കാൻ അറിയും. പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് പോടി. ആ, പോകുക. ബൈ. എന്താ എന്താ മാർത്ത, ഞാൻ നിർത്തിയിട്ട് പോകാൻ പറഞ്ഞാൽ നീ അങ്ങ് പോകുമോ? ഞാൻ ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു. ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെ. എന്റെ സ്നേഹം ഇങ്ങനെ മാർത്ത. എന്റെ പെണ്ണ് എന്റേത് മാത്രമായിരിക്കണം. ഹലോ മാർത്ത, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ ബെല്ലടിച്ചു മെൽവിൻ, ഇനി ഫോൺ അലോഡ് അല്ല. നീ എന്നെ ഒഴിവാക്കാൻ പറയുമല്ലേ? അല്ല. നാളെ വിളിക്കണം. ഗുഡ് നൈറ്റ്, ലവ് യു. തിരിച്ചും പറ മാർത്ത. ഗുഡ് നൈറ്റ്, ലവ് യു. ഡോക്ടർ, Sister, shift him to ICU. Sorry, he is no more. ഏയ് ആര്യ, കരയാതെ. അങ്ങനെയൊന്നുമല്ല മോളെ. സിസ്റ്റർ, എന്താ ഈ കുട്ടി എന്തിനാ കരയുന്നേ? അത് പിന്നെ ഡോക്ടർ, രാജീവേട്ടൻ മരിച്ചില്ലേ, അത്. സിസ്റ്റർ ഇങ്ങോട്ട് മാറിക്കേ. ഏയ് എടോ, നോക്കിക്കേ. ഇങ്ങനെ കരഞ്ഞാലോ? ഇത് പ്രകൃതി നിയമമല്ലേ? ഒരാൾ ജനിച്ചാൽ അയാൾ ഒരിക്കൽ മരിക്കണം. പക്ഷെ രാജീവങ്ങൾ മരിച്ചത് ഞാൻ കാരണമല്ലേ? താനോ? താൻ അതിനെന്ത് ചെയ്തു? ഞാൻ ലഡു കൊടുത്തിട്ടല്ലേ. ലഡു? ഇതാരാ തന്നോട് പറഞ്ഞത്? സിസ്റ്റർ, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടി രാജീവേട്ടനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ മരണത്തിന്റെ വക്കിലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു കിടക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴല്ലേ ഞാൻ ലഡു കൊടുത്തത്. താൻ ആ ലഡു വിട്ടില്ലേ? എടോ, അന്ന് എന്റെ അനുവാദമില്ലാതെ താൻ എല്ലാവർക്കും മധുരം കൊടുത്തതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു എന്നുള്ളത് നേരാ. പക്ഷേ താൻ ലഡു കൊടുത്തോണ്ടല്ല രാജീവേട്ടൻ മരിച്ചത്. അല്ലേ? അല്ല, ഞാനല്ലേ പുള്ളിനെ ചികിത്സിച്ചത്. ഒന്നുമില്ലെങ്കിൽ മരിക്കും മുൻപ് രാജീവേട്ടന്റെ ഒരു ആഗ്രഹം താനല്ലേ സാധിച്ചു കൊടുത്തത്. അപ്പോൾ പുള്ളിയുടെ ആത്മാവ് തന്നെ പ്രതി കൂടുതൽ സന്തോഷിക്കത്തേ ഉള്ളൂ. ശരിക്കും? താൻ രാജീവേട്ടന് സന്തോഷം കൊടുത്ത ആളല്ലേ, പിന്നെങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാകുന്നത്? ഓക്കെ ആയോ? സമയം. സിസ്റ്റർ, ഈ കുട്ടിയുടെ മുഖമൊക്കെ ഒന്ന് കഴിച്ച് 12 മണിയാകുമ്പോൾ എന്റെ റൂമിലോട്ടൊന്ന് വിടെ. ഓക്കെ ഡോക്ടർ. എന്റെ പൊന്നു മോളെ, എന്നെ എന്തിനാ ഡോക്ടറിന്റെ മുറിയിൽ കൊണ്ടുപോകുന്നേ? കുത്തിവെക്ക, മിണ്ടാതെ അങ്ങോട്ട് നടക്ക്. യെസ് ഡോക്ടർ, ദാ ആള്. അങ്ങോട്ട് ഇരുത്തിയിട്ട് സിസ്റ്റർ പൊക്കോ. ഓക്കെ ഡോക്ടർ. എന്നെ എന്തിനാ കൊണ്ടുവന്നേ? കണ്ടോണ്ടിരിക്കാൻ. വാ. എങ്ങോട്ട്? എന്നോടൊപ്പം ഫുഡ് കഴിക്കാൻ. യോ, ഞാനില്ല. സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ പോകില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഡോക്ടർ ആൽവിൻ റോയ്, കാർഡിയോളജിസ്റ്റ്. ഇതും കൂടെ കൂട്ടി ഇത് നമ്മുടെ 3ാമത്തെ മീറ്റിംഗ് ആണ്. സോ ഐ ആം നോട്ട് എ സ്ട്രേഞ്ചർ ടു യു. ശരിയാണല്ലോ. എന്നാൽ വാ പോകാം. പക്ഷേ ഡോക്ടറിന് എന്റെ പേരറിയില്ലല്ലോ. ആര്യ. നോ, ആര്യശ്രീ. എന്നാൽ ആര്യശ്രീ വരൂ. ഡോക്ടർ എന്തിനാ എനിക്കിതൊക്കെ വാങ്ങി തന്നത്? അന്ന് ഞാൻ കാരണം കുറെ വിഷമിച്ചില്ലേ, ഒരു കോമ്പൻസേഷൻ ആയിട്ട് കണ്ടാൽ മതി. കഴിച്ചോട്ടെ ഞാൻ. അതിനല്ലേ മുന്നിൽ വച്ചിരിക്കുന്നത്. ആര്യശ്രീയുടെ വീട് എവിടാ? അവിടുത്തോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരുപാട് പേരുണ്ട്, ബിഗ് ഫാമിലി. ഹോസ്പിറ്റൽ എന്താ പരിപാടി? പലതവണയായിട്ട് ഞാൻ കണ്ടു. സർവീസ്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ സോറി, കഴിച്ചോ. ശ്രീ, ഉം? ആര്യശ്രീ ലെങ്തി അല്ലേ? എന്നെ ആരും ശ്രീന്ന് വിളിക്കാറില്ല, ആര്യാന്നാ വിളിക്കുന്നേ. ശ്രീ എന്ന് വിളിച്ചാൽ ആര്യശ്രീക്ക് വിളി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഡോക്ടർ ശ്രീന്ന് വിളിച്ചോ? ശ്രീ എന്താ ശ്രീ? ഡോക്ടർ ശ്രീന്ന് വിളിക്കുമ്പോ എന്റെ വയറ്റിൽ എന്തോ കോടിളക്കം. അയ്യോ, എന്ത് പറ്റി ഡോക്ടർ? ഒന്നുമില്ല. ഡോക്ടർ പ്ലീസ് ഒന്നിവിടെ ശ്രീന്ന് വിളിക്കോ? ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? കർത്താവേ, ഈ പെണ്ണ് എന്നെ കൊണ്ടേ പോകത്തോളോ? நீயும் நானும் ஒன்றாய் போகும்போது நீளும் பாதை இன்னும் வேண்டும் என்று நெஞ்சம் ஏங்குதடி. வானவல்லாய் நீயும் வந்த போது எந்தன் கருப்பு வெள்ளை கண்கள் ரெண்டும் கலராய் மாறுதடி. என் வீட்டு பூவெல்லாம் உன் வீட்டு திசை பார்க்கும், என் வாசல் உன் பாதம் ஏங்குன கேக்குதடி. அடடா 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 என ஏதோ செய்கிறாய். அடடா 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 என் நெஞ்சை கொள்கிறாய். கனவில் நீயும் வந்தாய், என் உறக்கம் கேட்கிறாய். எதிரில் நீயும் வந்தால் என் உயிரை கேட்கிறாய். அடி உன்முகம் கண்டால் என் நிமிரண்டும் கைகள் தட்டுதே. അത് ശ്രീയുടെ ചിരിയല്ലേ? അങ്ങനെയല്ല. ദാ എക്സ്ക്യൂസ് മീ, എനിക്കും കൂടെ കൂടാമോ? ആൽവി, ഇരിയടാ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പരിചയം ഉണ്ടോന്നോ? അല്ല, നിനക്ക് ആര്യ അറിയാമോ? പിന്നെ ഞാനും ഡോക്ടർ ഫ്രണ്ട്സാ. ഇതൊക്കെ എപ്പോൾ? ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ നടന്നത്? പുതിയ ഡോക്ടറിനെ കിട്ടിയപ്പോൾ ആര്യക്കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ? പപ്പു ഡോക്ടറല്ലേ ഇവിടുത്തെ എന്റെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഡോക്ടറിനോടുള്ള സ്നേഹം കുറയുമോ? പപ്പു? അതെ, പറങ്ങാംവീട്ടിലെ പ്രഭാകരന്റെ മകൻ ഡോക്ടർ പ്രണോയ് പ്രഭാകരൻ, അവളുടെ പപ്പു. അതിലും നല്ലത് പറങ്ക. വേണ്ട, അത് വേണ്ട. അല്ല, അതിനിടയിൽ എന്താ പറഞ്ഞത്? അവളുടെയോ? എന്താ, നിനക്ക് വല്ല സംശയമുണ്ടോ? എന്നാൽ ഞാൻ എന്റെ ആര്യോട് ചോദിക്കാം. വേണ്ട പ്രണോയ്, ഷീസ് ഇന്നസെന്റ്. ഹലോ ഡോക്ടർ ആൽവിൻ, താനിത് എങ്ങോട്ടാ കയറി പോണേ? നീയേ അവളുടെ മുന്നിൽ ഇന്നലെ കുരുത്ത കൂണാ. ഞാനങ്ങനെയല്ല. നീ അറിയുന്നതിനേക്കാൾ നന്നായി എനിക്ക് അവളെ അറിയാം. നിങ്ങൾ രണ്ടും എന്താ അടക്കം പറയുന്നത്? എന്നോടും കൂടെ പറ. നോക്കൂ മോളെ, ഇത് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. 18+. ഞാൻ 21+ആ. അപ്പോൾ എനിക്കും കേൾക്കാലോ. പോടാ ശ്രീ, അവൻ പറയുന്നത് മൈൻഡ് ആക്കണ്ട. അതൊന്നുമില്ല, കേൾക്കാനും വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ പോയി കൈ കഴുകട്ടെ പപ്പു ഡോക്ടറെ. പോയിട്ട് വാ. അല്ല ശ്രീയോ, ഇതൊക്കെ എപ്പോൾ? നിനക്ക് ആര്യമോളെ എന്ന് നീട്ടി വിളിക്കാമെങ്കിൽ എനിക്ക് ശ്രീന്ന് വിളിച്ചൂടെ? വിളിച്ചോ, എനിക്കെന്താ, ഞാനും വിളിക്കും. ശ്രീമോളെ. ആര്യമോളെ എന്ന് വിളിക്കുന്നതിനേക്കാൾ സുഖം ശ്രീമോള. അങ്ങനെ വിളി.
പിന്നെ സ്റ്റെതസ്കോപ്പ് തൂക്കിയിടാൻ നിനക്ക് ഈ കഴുത്ത് കാണില്ല. ഇവൻ കാർഡിയോളജിസ്റ്റ് തന്നെയല്ലേ? ഡോക്ടർ പോയോ? ആ, അവന് വയറിന് ചെറിയൊരു പ്രശ്നം. ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ഓടിയതാ. അയ്യോ പാവം, ഞാൻ പോയി നോക്കട്ടെ. അയ്യേ, എന്തിന്? അവന് അത്ര പ്രശ്നമൊന്നുമില്ല. നീ വന്നേ. അതാരാ? അത് നമ്മുടെ ഡോക്ടർ ആൽവിൻ. ഇവൻ ഇത്ര പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയി വന്നോ? അതല്ല, കൂടെയുള്ള പെൺ ഡോക്ടർ. അതോ? അത് ഇന്നലെ ജോയിൻ ചെയ്ത ഗൈനക് ഡോക്ടർ അലീന. അവരെന്തിനാ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത്? സ്നേഹമുള്ളത് കൊണ്ട്. അവര് കൊളീഗ്സാ. സ്നേഹമുള്ളവരെ കെട്ടിപ്പിടിക്കോ? ആ, പിടിക്കുമല്ലോ. എന്താ, നിനക്ക് എന്നെ കെട്ടിപ്പിടിക്കണോ? ഡോക്ടറെ! ആരാ ആൽവി അത്? ശ്രീ 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 ഗുഡ് മോർണിംഗ് വിഘ്നേഷ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ആദ്യം അല്ലാതെ വേറെ ആരെങ്കിലും വന്നോ? ഇല്ല, ആദ്യം വരുമെന്ന് അറിയാമല്ലേ. ഞാനിവിടെ വന്ന കാലം തൊട്ട് അവന്റെ രീതി കാണുന്നതല്ലേ. 8:30 നമ്മൾ തുറക്കുന്ന നേരം ആദ്യം ഇവിടെ കാണും. 9:15 ആകുമ്പോൾ കോളേജിലേക്ക് പോകും. ഉച്ച സമയം കോളേജ് ലൈബ്രറി. അപ്പോൾ ആ പയ്യൻ കോളേജ് ലൈബ്രറിയും യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അതൊക്കെ എന്നെ ചോദിച്ച് മനസ്സിലാക്കിയതാ. ഫ്രീ പീരീഡും ലഞ്ച് കഴിഞ്ഞുള്ള ടൈമും കോളേജ് ലൈബ്രറി. കോളേജുള്ള ദിവസങ്ങളിൽ രാവിലെ നേരത്തും പിന്നെ കോളേജ് കഴിഞ്ഞ് 5:30 മണി വരെ ഇവിടെ കാണും. അവന്റെ വരവും പോക്ക് നോക്കിയാ ഞാൻ സമയം മനസ്സിലാക്കുന്നത്. അവധി ദിവസങ്ങളിൽ രാവിലെ വരും, ഉച്ചയ്ക്ക് പോകും. ഇതാണ് അവന്റെ ടൈം ടേബിൾ. സൺഡേ പിന്നെ ഇവിടെ ഇല്ലല്ലോ. അത്രയും പുസ്തകം ആ പയ്യൻ വായിക്കൂ? അവന് പുസ്തകവും അമ്മയും അല്ലാതെ മറ്റെന്താ ഉള്ളത്? ഊമയായോണ്ട് അധികം ആരും കൂട്ടത്തില്ല. അവനതിൽ പരാതിയുമില്ല. അവന്റെ ലോകത്ത് അവൻ ഹാപ്പി. ഹലോ, എന്താ ഫ്രണ്ട്സ്? ഇങ്ങനെയാണോ കൂട്ടുകൂടാൻ വരുന്നത്? എനിക്കിങ്ങനെയൊക്കെ അറിയോ. ദാ പിടി. ഇതെന്താ? ലോലിപോപ്പ്. നമ്മൾ ഫ്രണ്ട്സ് ആയതിന്റെ ഫസ്റ്റ് ആദ്യത്തെ. ഇതെനിക്ക് മുൾക്കിരീടം പോരാ തോന്നുന്നത്. സ്വരൂപ്. ഒന്നും കൂടെ പറഞ്ഞേ. മുൾക്കിരീടം അതല്ല, പേര്. സ്വരൂപ്. ഇഷ്ടായി, ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായി. ദൈവമേ, ഞാൻ നന്നായിക്കോളാം. ഇതുപോലുള്ള പരീക്ഷണങ്ങളെ തന്ന് എന്നെ അവതാളത്തിലാക്കരുത്. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു വത്സ. ഓ ഭാഗ്യം. പക്ഷെ നീയില്ലാതെ ജന്മം പൂക്കുമോ, നിന്നോടാണ് എനിക്ക് ആരാധന. തീർന്ന് എന്റെ ജന്മം തീർന്നു. ലോലിപ്പോപ്പെങ്കിൽ ലോലിപ്പോപ്പ്. എന്റെ പുക കണ്ടേ അടങ്ങൂന്ന് മനസ്സിലായി. വാ, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അല്ല, നീ ഏതാ? ഞാൻ ആദ്യത്തെ. അതല്ല പഹയ, നീ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്. നിന്നെ ഞാൻ ഈ കോളേജിന്റെ ഒരു മൂലയ്ക്ക് പോലും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ലിറ്ററേച്ചർ. ഞാനും ലിറ്ററേച്ചർ ആണല്ലോ. ഓ, ഫസ്റ്റ് ഇയർ ആയിരിക്കും അല്ലേ? ഒഴിവന്ന സീറ്റിൽ വന്നയാകും. ഇത്രയും ലേറ്റ് ആയോണ്ട് ചോദിച്ചാ. ജൂനിയേഴ്സ് വന്നിട്ട് 3 മാസമായി. ഞാൻ സെക്കൻഡ് ഇയർ തന്നെ. തന്റെ ക്ലാസ്സിലാ. എന്റെ ക്ലാസ്സോ? 1.5 കൊല്ലമായല്ലോ. ഞാൻ ഇന്നുവരെ തന്നെ കണ്ടിട്ടില്ലല്ലോ.
എന്റെ നാട് കോഴിക്കോടാണ്, പക്ഷെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ന്യൂയോർക്കിൽ സെറ്റിൽഡ് ആണ്. ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വന്നതാ, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഇവിടെ ജോയിൻ ചെയ്ത് 2 സെം എക്സാമും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് തിരിച്ച് ന്യൂയോർക്കിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അങ്ങനെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് 2 ദിവസം മുൻപാണ് റീജോയിൻ ചെയ്തത്. കഴിഞ്ഞ 2 ദിവസവും താൻ കോളേജിൽ ആബ്സെന്റ് ആയിരുന്നല്ലോ, അതാ എന്നെ കാണാനിത്. രാവിലെ ക്ലാസ്സിൽ വന്ന് ആരുടെയും മുഖം നോക്കാതെ നേരെ ബാക്ക് ബെഞ്ചിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഒരു കോഴ്സിലും ഇല്ലാതെ ഉറങ്ങുന്ന തന്നെ കണ്ടപ്പോൾ എനിക്കൊരു പൂതി തോന്നി. എന്ത് പൂതി? തന്റെ കൂട്ടുകൂടാൻ, വേറെ എന്തിന്? അങ്ങനെ എന്തായാലും എന്നെ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്നല്ലേ പറഞ്ഞു വരുന്നത്? എക്സാക്ട്ലി. ഉറിഞ്ചി അതും തീർന്നു. തന്റെ എന്തോന്ന് അക്ഷയപാത്രോ? ഇതുവരെ തീർന്നില്ലേ ആ സാധനം? എന്റെ എപ്പോഴേ തീർന്നു. പിന്നെ എന്തിനാ ആ കോപ്പ് വായി വെച്ച് നടക്കുന്നേ? ഇറ്റ്സ് മൈ സ്റ്റൈൽ. സോ എന്താ? എടോ, ഞാൻ തന്നെ ഓമന പേരിട്ട് വിളിച്ചതാ. ഇതെന്ത് തരം ചീത്ത? ചീത്തയൊന്നുമല്ല, സ്വരൂപിന്റെ സോ. ഇതാ ഞാൻ എല്ലാ അർത്ഥത്തിലും സിംഗിൾ ആയിട്ട് നടക്കുന്നത്. ചെല്ലപ്പേര് കേൾക്കണ്ടല്ലോ. സാധാരണ എല്ലായിടത്തും അപ്പന്റെ പേരിട്ട് വിളിക്കലാണ് സ്റ്റൈല്. വെറൈറ്റിക്ക് നന്ദി. താൻ പറയാൻ വന്ന കാര്യം പറ. പറയാനല്ല, ചോദിക്കാൻ. അവിടെ എന്താ ഒരു ആൾക്കൂട്ടവും ബഹളവും? ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി. ഞാൻ ക്ലാസ്സിൽ ഉറങ്ങുന്നതും താൻ ഉറങ്ങാതിരിക്കുന്നതും ഒരുപോലെ. പോടാ, ഞാൻ നന്നായിട്ട് പഠിക്കും. അതെ, ഞാനും അത്ര പഠിക്കാൻ മോശമൊന്നുമല്ല. എനിക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നതാ ഇഷ്ടം. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത്. അതെന്താ സംഭവം, അത് പറ. ബ്രേക്ക് ടൈമിൽ അനൗൺസ് ചെയ്തത് കേട്ടില്ലായിരുന്നോ? ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. എന്ത് കോമ്പറ്റീഷൻ? ഡ്രോയിങ് കോമ്പറ്റീഷൻ. അവര് പ്രസന്റ് ചെയ്യുന്ന മോഡലിനെ ഏറ്റവും നന്നായിട്ട് വരച്ച് പെയിന്റ് ചെയ്യുന്ന ആൾക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ്. വരയ്ക്കാൻ അറിയില്ല, അല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ഇനി നിനക്ക് വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെന്താ? വാ ഇങ്ങോട്ട്. ആ മോഡലിനെ നോക്കിക്കേ. എങ്ങനെയുണ്ട്? ഗോർജിയസ്. ആരാടാ പെണ്ണ്? വെള്ളം ഇറക്കി കഴിഞ്ഞോ? എന്നാ വാ. ആ പെൺകൊച്ചേതാടാ? അത് പെണ്ണൊന്നുമല്ല, ആണോ? ആണോ? സെക്കൻഡ് ഇയർ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ പയ്യൻ. ആ പയ്യനെ എന്തിനാ അങ്ങനെ? അവൻ ഊമയാ. അവന്റേതായ ലോകത്ത് ജീവിക്കുന്ന ഒരു സാധുവാണ്. പണ്ടേ മനുഷ്യർ അങ്ങനെ ആണല്ലോ. കഴിവുക്ക് കാണിക്കാൻ പറ്റുന്നിടത്ത് മാക്സിമം പ്രയോജനപ്പെടുത്തും. ആ ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, ഈ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവനെ ഇതുപോലെ യൂസ് ചെയ്യും. ആക്ച്വലി എ കൈൻഡ് ഓഫ് ബുള്ളിങ്. അവൻ ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ടും അവന് വേണ്ടി അവനുപോലും ശബ്ദമുയർത്താൻ കഴിയാത്തതുകൊണ്ടും ആ പാവ എല്ലാ കുരങ്ങുകളിലേക്കും നിന്നു കൊടുക്കും. ആരും എതിർക്കില്ലേ? ആരെതിർക്കാൻ? എല്ലാവർക്കും അതൊരു വിനോദമാണ്. എനിക്ക് പലപ്പോഴും എതിർക്കാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഇത്തരത്തിലുള്ള ബുള്ളിങ് നേരിട്ടാൽ മതി. ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെന്ന് തോന്നിയാൽ ഇവന്മാർ അതിന്റെ രോഷവും ആ പാവത്തിന്റെ മേൽ തീർത്താലോ? അതുകൊണ്ടാണ് ഞാൻ പിന്നെ അനങ്ങാത്തത്. നീ എന്താ ആലോചിക്കുന്നത്? എനിക്ക് നല്ല പരിചയമുള്ള ഒരു മുഖം പോലെ. ശരിക്കുള്ള രൂപം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അവനെ അവന്റെ വഴിക്ക് വിട്ടേരെ കൂട്ടാളി. എന്നാലും എന്ത് സുന്ദരിയാ. പെൺപിള്ളേരെ തോറ്റു പോകും. അതവനെ കാണാൻ നല്ലയാ, അതുകൊണ്ടാകും. അപ്പോൾ ഞാനും പെൺവേഷം കെട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ? എടാ, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ കാണാൻ നല്ലതാണെന്ന്. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഒട്ടുമിക്ക അമ്മമാരും നുണച്ചികളാ. കേട്ടിട്ടില്ലേ? കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞു. സുപ്രഭാതം. ഈ ചെറുക്കൻ അന്ന് കഴിഞ്ഞ പിന്നെ കാണാഞ്ഞത് കൊണ്ട് ഇങ്ങോട്ടിനി വരവ് കാണില്ലെന്ന് ഞാൻ കരുതി. ഏയ്, സേതുവേട്ടനെ അങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എങ്ങനെ ഇട്ടിട്ട്? എനിക്ക് കുറച്ച് റൂം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു സേട്ടാ. 2 ദിവസം എന്നെ കാണാതെ വന്നപ്പോഴേക്കും ഇത്രയും മിസ് ചെയ്തോ?
നീയേ ചെല്ല്. നിന്നോട് സംസാരിച്ചിരുന്നാൽ എനിക്ക് വട്ടാകും. ഓക്കെ മൈ ലവ്. ഈ ടേബിളിൽ എന്നും ഉണ്ടല്ലോ സെയിം പുസ്തകം. ബുക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ട്. ഒരിറ്റ് നീരിനായി ദാഹിക്കും ഹൃദയം നീറിപ്പുകയുന്നു ആദി. ഇതിച്ചിരി കടുത്തുപോയല്ലോ. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ. നീരല്ല, നീരുറവയാകാം ഞാൻ. ആ ഹൃദയം എനിക്കായി നീ സൂക്ഷിക്കും. അന്തം.